Happy morning, sir. Okay, Gina, good morning. Good morning, sir. Okay, Abhinamol, good morning. Good morning, sir. Okay, Serenia, good morning. Yes, നമ്മൾ ആൾക്കാരെ കാണുന്നില്ലല്ലോ. ശരണ്യ, സ്റ്റാർട്ട് ചെയ്യണോ? Good morning, sir. Good Yes, morning, sir. Good morning, Elvia. Good morning, Saiba. Good morning, sir. Okay, good morning, Nishad. നിഷാദല്ല സഹദോനിയാണ് അത് ഹസ്ബൻഡിന്റെ ഫോണിൽ നിന്ന് കയറിയേക്കുന്നതാ. അത് കുഴപ്പമില്ല, എനിക്ക് മനസ്സിലായത്. യെസ്, വരുമ്പോ ഒന്ന് മൈൻഡ് ചെയ്തതാണ്. ഓക്കെ, യെസ്. അപ്പൊ നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഗൗരി പ്രിയ, ഓർമ്മയുണ്ടോ? കുറിച്ച് പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് 12 ടെൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കിട്ടില്ല നമ്മളെ ടെൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഓക്കെ 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 ഓക്കെ, യെസ്. അപ്പൊ ഏത് ടെൻസ് വരെയാണ് നമ്മൾ പറഞ്ഞത്? പ്രസന്റ് പെർഫെക്റ്റ് വരെയാണ് പറഞ്ഞത്. പാസ്റ്റ് പെർഫെക്റ്റ് എന്നൊക്കെ പറഞ്ഞില്ലേ? ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് Continuous. ശരണ്യ പറഞ്ഞേ. Sir, future perfect continuous വരെ പറഞ്ഞിട്ടുണ്ട്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. ഞാൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളുടെ ഒരു മോഡലാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുന്നു. ഇത് നമ്മൾ ചെയ്യുമ്പോൾ സംശയമുള്ളത് അപ്പൊ ചോദിച്ചുകൊള്ളണം. എന്തുകൊണ്ട് വന്നു, എന്താണ് എന്നുള്ളത് ചോദിച്ചുകൊള്ളണം. ഇനിയുള്ള 3 ക്ലാസ്സുകൾ മുടങ്ങാതിരിക്കുക. യെസ്, ഇനിയുള്ള ക്ലാസ്സുകൾ മുടങ്ങുന്നത് നിങ്ങൾക്ക് ദോഷം ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കുകയാണ്. അപ്പോ ഒരു ഹെഡിങ് ഏത്? എക്സാമിനേഷൻ സ്പെഷ്യൽ. ഒരു ഹെഡിങ് എഴുതിക്കും, എക്സാമിനേഷൻ സ്പെഷ്യൽ. ഓക്കെ, എഴുതിയോ? എക്സാമിനേഷൻ സ്പെഷ്യൽ. ഓക്കെ, ബിബിത എഴുതിയോ? ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അതിന്റെ അടിയിൽ റോമൻ ലെറ്റർ 1 ഇടാം. റോമൻ ലെറ്റർ 1. റോമൻ ലെറ്റർ 1. ഓക്കെ, ആ റോമൻ ലെറ്റർ 1 എഴുതുക യൂസ് phrasal verbs, PHRASEL, phrasal verb for the okay, use phrasal verbs for the underlined 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 words, WORDS words
for the underlined words. Okay. അപ്പോൾ ഇതാണ് ചോദ്യം. യൂസ് ദ ഫ്രേസൽ വെർബ് ഫോർ ദി അണ്ടർലൈൻഡ് വേർഡ്സ്. താഴെ കൊടുത്തിരിക്കുന്ന വകയിൽ അണ്ടർലൈൻ ചെയ്ത വാക്കുകൾക്ക് പകരം ഫ്രേസൽ വെർബ് ഉപയോഗിക്കുക. അതാണ് റോമൻ ലെറ്റർ 1 ക്വസ്റ്റ്യൻ. അതിന്റെ അടിയിൽ 1 ഒന്നാമത്തെ ചോദ്യം. യെസ്, എഴുതിക്കോളൂ. The chief minister visited visited the prime minister. എന്നിട്ട് ആ വിസിറ്റഡ് എന്നുള്ളൊരു അടിയിൽ ഒന്ന് വരയ്ക്കുക. വിസിറ്റഡ് അണ്ടർലൈൻ ചെയ്യും. ഓക്കെ, അതിന്റെ അടിയിൽ ABC എന്ന് പറയുന്ന 3 ഉത്തരം എഴുതിക്കും. A, called on, CALLED, called on. B, called at, C, called into. ഓക്കെ, നിങ്ങൾക്ക് പൂരിപ്പിക്കാം, നിങ്ങൾക്ക് ഉത്തരം എഴുതാം. പ്രിയ ജിജോ പറയാമോ ഒരു പ്രിയന്റെ ഉത്തരം ഏതാണെന്ന്? ഓക്കെ, എന്നാലോചിക്കൂ. നോ പ്രോബ്ലം. ഓക്കെ, ഇനി ആർക്കെങ്കിലും പറയാമോ? പറയാമോ? അപ്പൊ ഇവിടെ നമ്മൾ വേണ്ടത് ആ വിസിറ്റഡ് എന്നുള്ള വാക്ക് മാറ്റിയിട്ട് അതിന് പകരം ആ അർത്ഥം വരുന്ന ഒരു ഫ്രേസ് എടുത്താണ് പൂരിപ്പിക്കണം. ഈ കൊടുത്തിരിക്കുന്ന 3 വാക്കിലെ ഒരു വാക്കിന്റെ അർത്ഥം വിസിറ്റഡ് എന്നാണ്. അത് ഏതാണ് ആ വാക്ക് എന്നുള്ളതാണ് ചോദ്യം. അപ്പോ ഞാൻ ഉത്തരം പറയുകയാണ്. ആരും പറയാത്തതുകൊണ്ട് ഞാൻ തന്നെ പറയുകയാണ്. ഉത്തരം ഏതാണ്? കോൾഡ് ഓൺ. ടിക്കി. യെസ്. ഇനി നമുക്ക് ഇതിന് കൂടെ ഒരു പരീക്ഷ പോലെ ആക്കാം. അതായത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഉത്തരം ശരിയാണെങ്കിൽ സൈഡില് ഒരു അടയാളപ്പെടുത്തി വെച്ചോ. ശരിയെ ഒരു 1 എവിടെയെങ്കിലും ഇട്ട് വെച്ചോ. അടുത്ത് ശരിയാവണമെങ്കിൽ 1. അപ്പൊ നമുക്ക് നോക്കാം മൊത്തം നമ്മൾ എത്ര ശരിയായെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു ക്വസ്റ്റ്യൻ ശരിയായി കഴിഞ്ഞാൽ 2 മാർക്ക് വെച്ച് കിട്ടും. ഓക്കെ, അപ്പൊ എത്ര ശരിയായിട്ട് അറിയാൻ വേണ്ടി. രണ്ടാമത്തെ ചോദ്യം. ഓക്കെ, we will continue, CONTINUE, continue our relationship. എന്നിട്ട് ആ കണ്ടിന്യൂ എന്നുള്ളതിന്റെ അടിയിൽ ഒന്ന് വരയ്ക്കും. കണ്ടിന്യൂന്റെ അടിയിൽ വരയ്ക്കും. ഓക്കെ, എ, ഉത്തരം എ. ക്യാരി ഓൺ, we will continue. ഓക്കെ, അതായത് ക്വസ്റ്റ്യൻ പറയുന്നത് റിസ്വാന. we will continue our relationship. നമ്മൾ തമ്മിലുള്ള ബന്ധം തുടരും. we will continue our relationship. അതിന്റെ അടിയിൽ എ. ക്യാരി ഓൺ, CARRY, carry on. B, carry forth. C, carry in. Okay. Carry on. എന്താണ് പറയാ? Carry on. ഓക്കെ. അപ്പൊ രശ്മ പറഞ്ഞു ഒക്കെ കറക്റ്റ് ആണ്. ക്യാരി ഓൺ കറക്റ്റ്. ഓരോരുത്തരും ഒരു ഉത്തരം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞില്ല എങ്കിൽ മനസ്സിൽ വിചാരിക്കുക. നിങ്ങൾ പറഞ്ഞ ഉത്തരം തന്നെയാണ് വരുന്നതെങ്കിൽ മാർക്ക് ചെയ്തിട്ടെ. നിങ്ങൾ പറഞ്ഞ ഉത്തരമല്ല എങ്കിൽ മാർക്ക് ചെയ്യട്ടെ. കാരണം നമ്മൾ നമ്മുടെ മനസാക്ഷിയോട് ചെയ്യുന്നതാണ്. ഓക്കെ. അല്ലാണ്ട് ഇതിനകത്ത് ആരും നോക്കാനൊന്നുമില്ലല്ലോ. വെറുതെ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഓരോ ഘട്ടങ്ങൾ കഴിയുമ്പോഴും ഞാനത് പറയാം ഒന്നുകൂടി. അപ്പോ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ഉത്തരം തന്നെയാണ് അഫ്രാമോള് ശരണിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആണ്. നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ക്യാരി ഓൺ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3. I will not reduce reduce your salary.
I will not reduce your salary. Okay. എന്നിട്ട് ആ റെഡ്യൂസിന്റെ അടിയിലൊന്ന് വരയ്ക്കും. റെഡ്യൂസ്. ഓക്കെ. അതിന്റെ അടിയിൽ എഴുതിക്കോളൂ A. Cut in. CUT. Cut in. B. Cut up. C. Cut down. Cut down. Cut down. Cut down. Cut down. അപ്പൊ ശ്രുതി പറയുന്നു, നിത്യ പറയുന്നു, ശരണ്യ പറയുന്നു. ഓരോരുത്തരും മനസ്സിൽ വിചാരിച്ചു ഉത്തരം വേണം പറഞ്ഞേക്ക് നോക്കുക. കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്. കട്ട് ഡൗൺ. കറക്റ്റ്. യെസ്. അപ്പൊ വൈകി കയറിയവരോട് പറയുകയാണ്, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വരുന്ന മോഡലുള്ള ചോദ്യങ്ങളെ കുറിച്ചാണ്. അപ്പോ ഈ ക്ലാസ്സിലും അടുത്ത ക്ലാസ്സിലും പിന്നത്തെ ക്ലാസ്സിലും ഇത് തന്നെ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഇനിയുള്ള 3 ക്ലാസ്സുകൾ കറക്റ്റ് സമയത്ത് വരുവാൻ നോക്കുക, ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ നോക്കുക. ഇനി അപര്യാപ്തമായ കാരണത്താൽ ഏതെങ്കിലും കാരണത്തിൽ നിങ്ങൾക്കത് വരാൻ കഴിയാതെ കയറാൻ പറ്റാണ്ട് വന്നു കഴിഞ്ഞാൽ അത് റെക്കോർഡ് ക്ലാസ്സിൽ നോക്കി മിസ്സാക്കാതെ എഴുതിയെടുക്കും. ഓക്കെ. നെക്സ്റ്റ് വി കം ടു 4ാമത്തെ ചോദ്യം. She decided to stop walking. To stop. STOP. Stop walking in the morning. In the morning. In the morning. Okay. Yes. അപ്പൊ എഴുതിക്കോളൂ. Decided to stop. STOP. To stop walking in the morning. രാവിലെ നടക്കുന്ന നടത്തം വേണ്ടെന്ന് വെച്ചു. ഓക്കെ. എന്നിട്ട് ചെയ്യേണ്ടത് ആ സ്റ്റോപ്പ് എന്നുള്ള അണ്ടർലൈൻ ചെയ്യും. അടിയിൽ A. Give up. B. Give on. Give on. C. Give for. Give up. Give up. The give up. അന്നാറോയ് പറയുന്നു, ശരണ്യ പറയുന്നു, അശ്വിൻ പറയുന്നു, അൽഫനാമോള് പറയുന്നു, നിഷാദ് പറയുന്നു. ഒരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. എന്തറിയാമോ, ഓരോരുത്തർക്കും മനസ്സിൽ വിചാരിക്കാൻ സമയം കൊടുക്കുക. കാരണം അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾ പറഞ്ഞു തന്നെ അവർ വിചാരിക്കും. ഇങ്ങനെ ഏത് വിചാരിക്കണമെന്ന് വിഷമിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാരില്ലേ, അപ്പൊ അവർക്ക് ഒന്ന് വിചാരിക്കാനായിട്ട് ഒരു 2 സെക്കൻഡ് അപ്പോഴൊക്കെ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞോട്ടെ. അതാണ് പറഞ്ഞത്. ഓക്കെ. ഗീവ് അപ്പ് ഈസ് എ കറക്റ്റ് ആൻസർ. യെസ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 5. Gandhi died on DIED died on 30th 30 എന്നിട്ട് ഒരു TH എന്നല്ല 13th January 1948. സാറേ ഒന്നുകൂടി പറയൂ ക്വസ്റ്റ്യൻ. Gandhi died on 13th January 1948. Clear അല്ലേ? ഓക്കെ. 1948. ഇനി അതിന്റെ അടിയിൽ A. Passed above. B. Passed by. BY. Passed by. C. Passed away. Passed away. Passed away. Okay, Deepa, okay, Naroy. Correct ആണ് പറഞ്ഞത് കേട്ടോ. Passed away. Okay, സൈബ, okay, അഫ്ന, correct ആണ്. പറയാത്തവര് മനസ്സിൽ പറഞ്ഞത് അത് തന്നെയാണോ എന്ന് സ്വന്തം മനസ്സിനോട് ചോദിക്കുക. അതാണ് തന്നെയാണെങ്കിൽ എവിടെയെങ്കിലും മാർക്ക് ചെയ്ത് വെച്ചേക്കും. 1 മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ. മുബഷീറ വന്നോ? വെരി ഗുഡ്. യെസ്. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 6 അല്ലേ? എഴുതിക്കോ. She wore 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 a new saree
സർ കേട്ടില്ല. Yes. She wore, W-O-R-E, wore. She wore a new saree. N-E-W, new saree. S-A-R-E-E, saree, for the party. For the party. P-A-R-T-Y, party. എന്നിട്ട് ആ വോർ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യും. W-O-R-E, വോർ അണ്ടർലൈൻ ചെയ്യും. യെസ്. അതിന്റെ അടിയിൽ 3 ആൻസർ എഴുതിക്കും. എ, put on. B, put in. C, put up. Put on. Okay. Correct answer. ധരിക്കുക. Okay. മുബഷീറ ശരിയാണ്. Put on. അപ്പൊ put on ടിക്ക് ചെയ്തോളൂ. Yes. അടുത്തത് question number 7. He decided, D-E-C-I-D, decided to finish, F-I-N-I-S-H, finish the project in a month, M-O-N-T-H, in a month, M-O-N-T-H, month. Okay. എന്നിട്ട് ആ ഫിനിഷ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യും. ഫിനിഷ് അണ്ടർലൈൻ ചെയ്യും. എ, ആൻസർ എ, വൈൻഡ് അപ്പ്, W-I-N-D, വൈൻഡ് അപ്പ്, U-P, അപ്പ്. ബി, വൈൻഡ് ഡൗൺ, സി, വൈൻഡ് ഇൻ, Wind up. ശരണി പറഞ്ഞത് കേട്ടു, നിഷ പറഞ്ഞത് കേട്ടു, മുബഷീറ പറഞ്ഞത് കേട്ടു. സ്പെല്ലിംഗ് കറക്റ്റ് ചെയ്ത് വൈൻഡ് എന്നാണ്. ദീപാവലി. ഓക്കെ. ആൻസർ എന്താണ്? വൈൻഡ് അപ്പ് ആണ്. ഓക്കെ, വൈൻഡ് അപ്പ്. ഓക്കെ, അടുത്ത ചോദ്യം. മേരി resembles, R-E-S-E-M-B-L-E-S, resembles her mother. Mary resembles her mother. എന്നിട്ട് ആ റിസംബിൾസിന്റെ അടിയിൽ ഒന്ന് വരയ്ക്കും. ഓക്കെ. അതിന്റെ അടിയിൽ വരച്ചതിന് ശേഷം എ, ആൻസർ takes on, T-A-K-E-S, takes on. B, takes before. അടുത്തത് സി, takes after. അശ്വതി takes after നിൽക്കുന്നു. സർ റിസംബിൾസിന്റെ മീനിങ് എന്താ? ഒരുപോലെ തോന്നുക. മേരി റിസംബിൾസ് ഹെർ മദർ. മേരി അവളുടെ അമ്മയെ പോലെ ഇരിക്കുന്നു. അന്നാറോയുടെ അമ്മയെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ. അപ്പൊ ഒരാള് മുബഷീറ പറയുന്നു ടേക്സ് ഓൺ, അഫ്ന പറയുന്നു ടേക്സ് ഇൻ, ടേക്ക് ഓൺ. ഒരഭിപ്രായം വ്യത്യസ്തമായിട്ട് പറയട്ടെ. നിങ്ങൾക്ക് ശരിയെന്ന് ഒന്ന് പറഞ്ഞാൽ മതി. ആരുടെയും നിങ്ങൾ പുറം പോകരുത്, നിങ്ങളുടെ ശരി. ഓക്കെ. ശ്രീലക്ഷ്മി പറയുന്നു, സൈബ പറയുന്നു. ഓക്കെ, ഇനി ഞാൻ കറക്റ്റ് ആൻസറിലേക്ക് വരാം. കറക്റ്റ് ആൻസർ ടേക്സ് ആഫ്റ്റർ. ഒരുപോലെ തോന്നുക എന്നുള്ളതിന്റെ പേര് ടേക്സ് ആഫ്റ്റർ. ഓക്കെ, ഇനി ഞാനിപ്പോ ഒരു കാര്യം പറയുകയാണ്. ഞാനിപ്പോ ഈ റോമൻ ലെറ്ററിന്റെ കീഴിൽ ഞാൻ 8 ചോദ്യങ്ങൾ ചോദിച്ചു. നിങ്ങൾക്ക് എത്ര എണ്ണം ശരിയായി? എനിക്ക് 6. ഇത് 4. ജോഷ്നിക്ക് 5. എനിക്ക് 6. ഓക്കെ, വെരി ഗുഡ്. നിഷിയാദിന് 5, മുബഷീറക്ക് 5, പ്രിയക്ക് 5, ശരണ്യക്ക് 6, അന്നാറോയ്ക്ക് 6. ഓക്കെ, 4. ദീപക്ക് 4, അഫ്നാമോൾക്ക് 5. ഓക്കെ. മതി. ഞാനൊന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്
ഓക്കെ നിത്യ, ഓക്കെ ജീന, ഓക്കെ. ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ എന്താണ്? എത്ര മാർക്ക് നിങ്ങൾക്ക് എത്ര ശരിയായി? ഇൻറ്റു 2. അപ്പൊ അത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ട് നിങ്ങൾ മനസ്സിൽ കുറിച്ച് വെച്ചു. ഇനി അടുത്തതും ഇതുപോലെ തന്നെ നമുക്ക് നിങ്ങൾ നോക്കുക. അടുത്ത ഹെഡിങ്ങിന്റെ കീഴിൽ വന്നതാണ്. അപ്പൊ അവിടെയും എത്ര ശരിയായി നോക്കും. നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര ശരിയാന്നുള്ളത്. അപ്പൊ ഇതിന് കിട്ടിയ മാർക്ക് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ. നമുക്ക് രണ്ടാമത്തെ റോമൻ ലെറ്റർ 2. റോമൻ ലെറ്റർ 2. എഴുതിക്കോ. Fill in the blanks. Fill in the blanks. Fill in the blanks. Using. Fill in the blanks using correct CORRECT. Correct prepositions. PRE, PO, SITAONS. Prepositions. Fill in the blanks using the correct prepositions. അതിന്റെ അകത്ത് ഒന്നാമത്തെ ചോദ്യം 1. വിമല goes dash school every morning. Dash school every morning. Okay. ഇനി അത് കഴിഞ്ഞതിന് ശേഷം അതിനിടയിൽ ABC A2 TO2 B അഫ്ന കണ്ടു, മുബഷിറ കണ്ടു, ഓക്കെ സൈബ കണ്ടു. B on പ്രിയ ഓക്കെ. C4. അപ്പൊ A എന്ന് പറഞ്ഞാൽ 2, B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ, C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4. ഓക്കെ. എന്റെ അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഗതികൾക്ക് പൂരിപ്പിക്കാം. അൽഫിയ ലിമി 2 അല്ലേ? പ്രിയ എഴുതിയിട്ടുണ്ട്, എല്ലാവരും എഴുതിയിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ തന്നെ അറിയാം 2 എന്നാണ് അല്ലെ? സ്കൂളിലേക്ക് പോകുന്നു. ഓക്കെ. അപ്പൊ 2 ആണ്. അപ്പൊ നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചോട്ടെ എത്ര ശരിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ ഹെഡിങ്ങിന്റെ കീഴിൽ എത്ര കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. യെസ്. രണ്ടാമത്തെ ചോദ്യം. കിങ് ലെയർ KING കിങ് LEAR കിങ് ലെയർ was written WRITTER written dash Shakespeare. Shakespeare ने S capital letter SHAKESPEARE. ഓക്കെ. എന്നെ കൊണ്ട് ഈ ഗൗരിയും ശ്രീലക്ഷ്മി മുബഷീർ അത് ചോദ്യം പറയാൻ പോലും സമ്മതിക്കില്ല. യെസ്. ഓക്കെ പ്രിയ, വെരി സിമ്പിൾ അല്ലേ? യെസ്. അപ്പോ അതിന്റെ അടിയിൽ 3 ആൻസർ എഴുതിക്കോളൂ. ഓക്കെ പ്രിയ, അൽഫിയ എഴുതിക്കോളൂ. A2 B in നിത്യ കണ്ടു. C by BY റിട്ടേൺ ബൈ അറിയാവുന്നതാണ്. ഓക്കെ. വെരി ഗുഡ്. ഓക്കെ ലിമി, ഓക്കെ സൈബ, വെരി ഗുഡ്. ഞാൻ നിങ്ങൾക്ക് വായിക്കുന്നുണ്ട്. ഞാൻ ഇതിന്റെ കണ്ടിന്യൂഷൻ വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞതിന് ശേഷം വായിക്കുന്നത്. ഓക്കെ. അടുത്തത് Can you complete the work? Can you complete the work dash 1 week ആഴ്ച. മുബഷീറ, ഗൗരി, നിത്യ, അഫ്ന. യെസ്. ആൻസർ എഴുതിക്കോളൂ. A in B ശരണ്യ, അൽഫിയ on ലിമി, സൈബ B on C4 A in B on C4. ഏതാണ് ആൻസർ? കറക്റ്റ് ഇൻ ആണ്. ഓക്കെ. കറക്റ്റ് ആൻസർ. ഓക്കെ. ഇൻ ഈസ് എ കറക്റ്റ് ആൻസർ. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഡൗട്ട് വന്നു അപ്പൊ ചോദിച്ചേക്കണേ. അടുത്തത് we have been living 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 here dash 6 SIX 6
YEARS. YEARS. Nitya, Mubashira, Afna. Okay. We have been living here dash 6 hours. Priya. Another A answer. Nishad. A. 4. F-O-R. 4. B. Since. S-I-N-C-E. Since. Living. C. By. B-Y. By. Alfia. Okay. ഇനി പൂരിപ്പിച്ചേ മറ്റുള്ള ആരെങ്കിലും. We have been living here dash 6 years. അവിടെ എന്ത് വരും? 4 വരും. സിൻസ് വരില്ല. സിൻസ് പോയിന്റ് ഓഫ് ടൈം ആണ്. 4 ആണ് പീരീഡ് ഓഫ് ടൈം. ഓക്കെ ഓക്കെ. അടുത്ത ചോദ്യം. The train, TRAIN, train left the station. The train left the station dash time. TIME, time. അതിന്റെ അടിയിൽ 3 ആൻസർ എഴുതിക്കോ. 4 ഒന്നുകൂടി ആലോചിക്കുമോ ബഷീർ? B. By. C. On. Okay. On time. കറക്റ്റ് സമയം എന്നുള്ളത് ഓൺ ടൈം ആണ്. ഓക്കെ. വെരി ഗുഡ്. എല്ലാവരും okay. The train left the station dash time on by 4. Okay. അടുത്തത്. My father is dash New Delhi. N capital letter, D capital letter. New Delhi. Yes. 3 ആൻസർ എഴുതിക്കോ. A. By. B. B. On. C. In. In. അപ്പൊ നിഷാദ്, അൽഫിയ, മുബീന, പ്രിയ, ഗൗരി, നിത്യ, അന്ന, ലിമി, റസ്വാൻ. ഓക്കെ. ഇന്നാണ് കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. അടുത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What are you looking dash? What are you looking dash? നിത്യ, ഇതിന്റെ അകത്ത് നമുക്ക് ഉത്തരത്തിലുള്ള ചോയ്സ് കൂടി നോക്കണേ. യെസ്, അത് ശരിയാക്കാവുന്ന സംഗതി തന്നെയാണ്. വാട്ട് ആർ യു ലുക്കിംഗ് ഡാഷ്? ക്വസ്റ്റ്യൻ മാർക്ക്. അതിന്റെ അടിയിൽ 3 ആൻസർ എഴുതിക്കോ. A. For. B. In. C. After. What are you looking for? Okay, correct answer. Okay. Very good. Okay. ഇനി ഇപ്പൊ ഞാൻ ഇതിന്റെ അകത്ത് 7 ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിരുന്നു. എത്ര ശരിയായി ഓരോരുത്തരുടെ? 6 ശരിയായി മുബഷീർക്ക്, അൽഫനക്ക് 6, പ്രിയ 5, നിത്യക്ക് 7. വെരി ഗുഡ്. ഗൗരി 6. ഞാൻ കണ്ടിട്ടുള്ള അൽഫിയ എത്ര ഒന്നുമില്ല. നിഷാദ് 7, ലിമി 5, നസൈബ് 5, സ്നേഹ 6, അബ്നാമുള്ള 7. വെരി ഗുഡ്. ശരണ്യ 5, അന്നാറോയ് 5, അൽഫിയ 7, ദീപൗണി 4. ഓക്കെ. ഇൻറ്റു 2 അത്രയുമാണ് അതിന്റെ മാർക്ക് കേട്ടോ. യെസ്. ഓക്കെ. ഇനി ഞാൻ ഒരിക്കലും കൂടി വൈകി കയറിയവരോട് പറയുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഗൗരി, വെരി ഗുഡ്. പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളെ കുറിച്ചാണ്. ആ ചോദ്യത്തിന്റെ മോഡലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് വൈകി കയറിയവര് അമ്പാടി റോക്സിലും എഴുതിയിട്ടുണ്ട്. ഓക്കെ. വെരി ഗുഡ്. അപ്പൊ നമുക്ക് ലാസ്റ്റ് നമുക്ക് കൂട്ടി നോക്കാം. നേരത്തെ നമുക്ക് എത്ര കിട്ടി? ഇൻറ്റു 2. ഇപ്പൊ നമുക്ക് എത്ര കിട്ടി? അത് ഇൻറ്റു 2.
ഇനി അടുത്തതിൽ എത്ര കിട്ടും, എന്നിട്ട് മൊത്തം എത്ര ചോദ്യം ഉണ്ടായി, നമുക്ക് എത്ര മാർക്ക് കിട്ടി. ഓക്കെ, അതാണ് നമുക്ക് പറയുന്നത് 50 ചോദ്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ചോദ്യത്തിന് 2 മാർക്കാണ്. 50 × 2 100 മാർക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അടുത്തത് റോമൻ ലെറ്റർ 3 ഇടാം. റോമൻ ലെറ്റർ 3 ചോദ്യം ഇതാണ്. യൂസ് present participle. Use present participle of the verbs verbs, verbs given in bracket brackets brackets. Okay. Okay, Krishnendu. Ambali Rose. Okay, that's in Diana Krishnendu. Krishnendu did the Vicky side the lagging. Yes. ഞാനേ അമ്മയുടെ വീട്ടില്. Okay. അതാണ് ഈ ഫോണിൽ അറിയാം. Okay, no problem. പിന്നെ ഇല്ലേ, No. എനിക്ക് വയ്യാത്ത പറയാൻ പറ്റൂല. ഒന്നും ക്ലിയർ ആയില്ല. യെസ്. അപ്പൊ റോമൻ ലെറ്റർ 3 ആണ് നമ്മൾ പറഞ്ഞത്. യൂസ് ദ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ്സ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്. അതിന്റെ അകത്ത് ക്വസ്റ്റ്യൻ നമ്പർ 1. I have a cook, COOK, cook channel, CHANNEL, channel. അടിയിൽ 3 ആൻസർ എഴുതിക്കോളൂ. A, cooks, COOKS, cooks. B, cooked, COOKED, cooked. A, cooking, COOK. പ്രിയ എന്തായാലും ശ്രദ്ധ പോണം കേട്ടോ. Cooking. ഓക്കെ. ദിവ്യ We have a cooking channel. അൽഫിയ പറയുന്നു, ഗൗരി പറഞ്ഞിട്ടുണ്ട്, ലിവി പറഞ്ഞിട്ടുണ്ട്. അനിഷാദ് എന്താ പറഞ്ഞേ? കുക്കിംഗ്. We have a cooking channel. കുക്കിംഗ് ആണെന്ന് പറഞ്ഞു. ഓക്കെ കറക്റ്റ്. സൈബ പറഞ്ഞിട്ടുണ്ട്, ജോഷി പറഞ്ഞിട്ടുണ്ട്, ജോൺസി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. യെസ്. അപ്പൊ ശരിയാണ്, കുക്കിംഗ് ആണ് കറക്റ്റ്. അതായത് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ING ചേർത്ത് എഴുതുന്നതിനെയാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുക്കിംഗ് ആണ് ആൻസർ. ഓക്കെ. കുക്കിംഗ് ആക്കട്ടെ, ബാത്തിങ് മാറ്റിയിട്ട്. ഓക്കെ കൃഷ്ണന്തു. അടുത്ത 2. He is. ഞാൻ പറഞ്ഞപ്പോ വിട്ടുപോയി. പ്രസന്റ് കണ്ടിന്യൂസ് അല്ലേ ING ചേർത്ത് വരുന്നത്? ഞാൻ പറയാം, ഒരു മിനിറ്റ് കേട്ടോ. അതായത് ചോദ്യം ഞാൻ പറഞ്ഞില്ലേ, ഐ ഹാവ് എ കുക്ക്. ആ കുക്ക് എന്നുള്ള ബ്രാക്കറ്റ് ഇടുന്നുണ്ട്, കുക്ക് എന്നുള്ള ബ്രാക്കറ്റ്. യെസ്. ഓക്കെ. യെസ്. അപ്പൊ ഇവിടെ അനറോയിലല്ലേ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് കഴിഞ്ഞ് വെർബ് പ്ലസ് ഐക്ക് വരുമ്പോ അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. സമ്മതിച്ചു. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്രസന്റ് പാർട്ടിസിപ്പിളും ഉപയോഗിക്കാനാണ്. പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുമ്പോൾ അതിനെ കൂടി ഈ ഈസോ ആമോ ആറോ വന്നു നിർബന്ധമൊന്നുമില്ല, വന്നാലും കുഴപ്പമില്ല. പക്ഷെ വെർബിന്റെ കൂടെ ING ഉണ്ടാവും. ഇതാണ് നിയമം. പ്രസന്റ് കണ്ടിന്യൂസ്, ഇത് പ്രസന്റ് പാർട്ടിസിപ്പിൾ. അല്ല സാർ, അപ്പൊ അന്ന് നമ്മളെ ഒരു വെർബിന്റെ 3 ഫോം പഠിച്ചില്ലേ? പ്രസന്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണല്ലേ? ഓക്കെ. സോറി മനസ്സിലായി. അത് അങ്ങോട്ട് വരുന്നുണ്ട്. അതാണ് ചോദ്യം. ഓക്കെ. അന്ന് നമ്മളത് എഴുതിയപ്പോ പ്രസന്റ് പാർട്ടിസിപ്പിൾ കൊണ്ട് സാധനങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ട്, ലുക്ക് പ്രസന്റേഴ്സ് ആണ്, ലുക്ക്ഡ് പാസ്റ്റേഴ്സ് ആണ്. ഇപ്പൊ ഓർമ്മ വന്നു സാർ. വെരി ഗുഡ്. ഓക്കെ. യെസ്. അടുത്തത്. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം ഞാൻ പറഞ്ഞില്ലേ, പ്ലീസ് റീഡ് എ ബുക്ക് പറഞ്ഞ. Question number 2. Okay. Question number 2. He is read, read. read bracket letter a book.
ബുക്ക്. അടിയില് 3 ആൻസർ എഴുതിക്കൊള്ളുക. എ റീഡിങ്, ബി റീഡ്സ് READS, സി റീഡബിൾ. ഇത് ഒരു കൂട്ടം ആളുകൾ ശരിയാക്കി. reading a book. റീഡിങ് കേട്ടോ, റീഡിങ് ING പ്രസന്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ ലിമി? യെസ് റീഡിങ്, വെരി ഗുഡ്. ഓക്കെ ജോൺസി, ഓക്കെ ലിമി റെഡി. മൂന്നാമത്തെ ചോദ്യം. യെസ് അന്നറോയി. ഓക്കെ I like work, 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 women, WOMEN, women. I like work, women. ആ വർക്ക് എന്നുള്ളത് ബ്രാക്കറ്റിൽ കേട്ടോ. യെസ്. എന്നിട്ട് അടിയിൽ എഴുതുക എ വർക്കിംഗ്, ബി വർക്ക്, WORKED. ഒന്നോടെ പറയാമോ? ഓക്കെ പറയാം. സി വർക്ക്സ്, WORKS. ചോദ്യം ഒരു പറയാം. ഐ ലൈക്ക്, ചോദ്യമാണ് പറയുന്നത്. ഐ ലൈക്ക് വർക്ക് വിമൺ. ഐ ലൈക്ക് വർക്ക് വിമൺ. Working woman. വർക്കിംഗ് വുമൺ. വർക്ക് എന്നുള്ള ബ്രാക്കറ്റിലാണ്. ഓക്കെ ഐ ലൈക്ക് വർക്കിംഗ് വുമൺ. ഓക്കെ ദിവ്യ കറക്റ്റ് ആണ്. ഒരെണ്ണം കൂടി. ഹാവ്, HAVE, ഹാവ്. സാർ ഓപ്ഷൻസ് ഒന്നുകൂടി പറയാമോ? ഓപ്ഷൻസ് വർക്കിംഗ്, വർക്ക്, വർക്ക്സ്. ഇപ്പൊ പുതിയത് പറഞ്ഞത് have, HAVE, have cooked, COOKED, cook, food, she washed, WASHED, washed the plates, PLATES, plates. അതിന്റെ അടിയിൽ 3 ആൻസർ എഴുതിക്കോ. എ ഹാസ്, ബി ഹാഡ്, സി ഹാവിങ്. അഫ്ന ഒന്നുകൂടി ചിന്തിക്കൂ. ഹാവിങ്. അൽഫിയ, അന്ന, ജോൺസി, നിത്യ, പ്രിയ, ലിമി. ഓക്കെ നിഷ കറക്റ്റ് ആണ്. ഹാവിങ് ഇതാണ് കറക്റ്റ് കേട്ടോ. നോക്കി നമ്മള് ആദ്യ വിദ്യാർത്ഥികളാണ്. നോക്കി പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞല്ലോ, അപ്പൊ തന്നെ നമുക്കറിയാലോ ING ഇല്ലാത്ത സംഗതി പ്രസന്റ് പാർട്ടിസിപ്പിൾ ആവില്ല. അതുകൊണ്ട് ഉറപ്പിച്ചോളൂ. യെസ്. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. I saw, 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 I saw a fly, FLY, fly എന്നുള്ള ബ്രാക്കറ്റിലുണ്ട്. fly in the bracket, fly. bird, BIRD, bird. ഓക്കെ അതിന്റെ അടിയിൽ എഴുതിക്കോളൂ. എ flew, FLAW, flew. B flies, FLIES, flies. C flying, FLYING, flying. I saw a flying bird. Okay Divya, okay Jonsi, okay Afna, okay Saiba, okay Limi, okay Priya, Naroy. ശരിയാണ്. ഓക്കെ റെഡി. അപ്പൊ ഇത് ആ സെക്ഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഈ സെക്ഷനിൽ ഞാൻ ആകെ ചോദിച്ചത് 5 ചോദ്യമാണ്. എത്ര വെച്ച് ശരിയാകത്തില്ല? അൽഫി 5, അഫ്ന 3, മുബഷീർ 4, ജോൺസി 4, ഗബ്രി 5, ദിവ്യ 4, പ്രിയ 4, നിത്യ 4, ലിമി 4, നിഷ 5, ഓക്കെ സ്നേഹ 5, അൽഫമോൾ, ഇസ്ലാമോൾ, ഓക്കെ കഞ്ചേരാണ്, ദീപ് 4, റസ്വാന, ഗൗരി പ്രിയ, ഓക്കെ അശ്വതി ബാബു 4, ഗൗരി പ്രിയ 4, സൈബ് 5. ഓക്കെ വെരി ഗുഡ്. അപ്പൊ 5 ശരിയാക്കുന്നവർക്ക് 10 മാർക്ക്, എത്ര 4 ശരിയാക്കുന്നവർക്ക് 8 മാർക്ക്. ഓക്കെ ഇനി അടുത്ത റോമൻ ലെറ്റർ 3. ചോദ്യം ഇതാണ്. യൂസ്, ഓക്കെ അൽഫിയ, ഓക്കെ യൂസ് past participle, use past participle of the verbs
of the verbs given in bracket. അന്നറോയി സമാധാനമായില്ലേ? Use the past participle യെസ് for സർ. the verbs. Okay. ഏതായാലും അതിനൊരു ഡൗട്ട് പറഞ്ഞല്ലോ, അതിൽ അഭിനന്ദനം. കാരണം വെച്ചാൽ അത് നോക്കി വെച്ചതുകൊണ്ടാണ് പറയാൻ പറ്റിയത്. വെരി ഗുഡ്. യൂസ് ദ പാസ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ സാറേ ഇത്? റോമൻ ലെറ്റർ 4 അല്ലേ? നാലാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? നാലാമത്തെ റോമൻ ലെറ്റർ അല്ലേ? റോമൻ ലെറ്റർ 4. അത് നിങ്ങൾ നോക്കണം. ഞാൻ എന്റെ എല്ലാവരും ഓർഡർ ഇല്ല, നിങ്ങൾ പറഞ്ഞാൽ മതി. റോമൻ ലെറ്റർ 4 ആണല്ലേ? ഓക്കെ. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. റോമൻ ലെറ്റർ 4 അത് നിങ്ങൾ കറക്റ്റ് ചെയ്തേക്കണേ. ഓക്കെ. ഞാൻ 3 എന്നാണ് പറഞ്ഞത് അല്ലേ? സോറി. യൂസ് ദ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ്സ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്. അതിലെ ഒന്നാമത്തെ ചോദ്യം, the use car is CAR. Car is ready for READY. Ready for sale. SALE. എന്നിട്ട് ആ യൂസ് എന്നുള്ള ബ്രാക്കറ്റിൽ കൊടുക്കും. യൂസ് ഇൻ ദ ബ്രാക്കറ്റിൽ കൊടുക്കും. സാർ ഒന്നുകൂടെ പറഞ്ഞേ. The used car is ready for sale. എന്നിട്ട് ആ യൂസ് എന്നുള്ള ബ്രാക്കറ്റിൽ കൊടുക്കാം. ഓക്കെ. ഉത്തരങ്ങളൊക്കെ ഒരു സൈഡിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. യെസ്, എന്റെ അടിയിൽ എ യൂസ്ഡ്, USED യൂസ്ഡ്. ബി യൂസിങ്. സി യൂസസ്. The used car is ready for sale. യൂസ്ഡ് കേട്ടോ, കറക്റ്റ് ആൻസർ ആണ് യൂസ്ഡ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ യൂസ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3 ഫോം ആണ്, അത് യൂസ്ഡ് ആണ്. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാഷ് ക്ലോത്ത്സ്, CLOTHES, ക്ലോത്ത്സ് are on the table. Wash clothes are on the table. എന്നിട്ട് ആ വാഷ് എന്നുള്ളത് ബ്രാക്കറ്റിലിട്ട് ഉത്തരങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എ വാഷ്ഡ്, WASHED വാഷ്ഡ്. ബി വാഷിംഗ്. സി washes, WASHES washes. Okay. Washed clothes are on the table. Okay, Nisha, correct. Question number 3. The cake was, CAKE, cake was baked, BAKE, baked by Limi. The cake was baked by Limi. Okay. എന്നിട്ട് ആ ലിമി ബേക്ക് എന്നുള്ളത് ബ്രാക്കറ്റ്. ഓക്കെ. നിങ്ങളൊക്കെ മിടുക്കികളുണ്ട്. ചോദ്യം മുഴുവനാക്കാൻ പോലും സമ്മതിക്കുന്നില്ല, അതിന് മുമ്പ് ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കണക്കിന് പോയാൽ നിങ്ങള് The cake was baked by Limi. ഓക്കെ, അതിന് അടിയിൽ ആൻസർ എഴുതിക്കോ. എ ബേക്ക്ഡ്, ബി ബേക്കിംഗ്, സി ബേക്സ്. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 4. I don't know. KNOW. I don't know. Speak English. ഇംഗ്ലീഷിന്റെ ഈ ക്യാപിറ്റൽ. I don't know speak English. ആ സ്പീക്ക് എന്നുള്ളത് ബ്രാക്കറ്റിലിട്. I don't know speak English. ഓക്കെ, വരട്ടെ. അൽഫിയ ഒന്നുകൂടി നോക്ക്. എ ആൻസർ സ്പോക്കൺ, SPOKEN.
S-P-O-K-E, spoken. B, spoke, S-P-O-K-E, spoke. C, speaking. C, speaking. ഏതാണ് കറക്റ്റ്? ലിമിറ്റ് കണ്ടു. ഓക്കെ, അഫ്രിയുടെ കണ്ടു, കൃഷ്ണയുടെ എഴുതിയത് കണ്ടു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്? സ്പോക്കൺ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഞാൻ ഈ ഇനത്തിൽ ചോദിച്ചത് 4 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ആ 4 ചോദ്യങ്ങളിൽ എത്ര ശരിയായി? 3 അൽഫിയ, ഗൗരി 3, അൽഫ്ന 4. ഓക്കെ, വെരി ഗുഡ്. ഗൗരി 4, നിത്യ ഓക്കെ 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 ഓക്കെ, അന്നറോയി 3, സാവിയോ, ജീന, അഫ്നാമോള് ഓക്കെ ഓക്കെ ഓക്കെ, ദീപാവുണ്ണി വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, എന്നാലും നിങ്ങളൊരു ആവറേജ് നിലവാരം. ഓക്കെ ഷൈബ വെരി ഗുഡ്. യെസ്, ദീപ, കൃഷ്ണ ഓക്കെ ഓക്കെ ഓക്കെ, അത് പിടികിട്ടിയല്ലോ. ഇനി അടുത്ത റോം ലെറ്റർ. റോം ലെറ്റർ എത്ര വരും? 5 അല്ലേ? 5 അല്ലേ റോം ലെറ്റർ? ഓക്കെ, 5 റോം ലെറ്റർ 5. Fill in the blanks. Fill in the blanks. Okay, Krishnendu. Okay, Jorsi. Fill in the blanks using articles. A-R-T-I-C-L-E-S. You fill in the blanks using articles. One. Dash sun. S-U-N sun. That sun rises, R-I-S-E-S, rises in the east. E capital letter, E-A-S-T. Dash sun rises in the east. A. The B. A. C. And our answer is The sun rises is the east. ഓക്കെ ഓക്കെ ഓക്കെ, ആനുണ്ട്. അപ്പൊ നമുക്കറിയാം ദി സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ് ആണ്. ദി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ആർട്ടിക്കിൾ. ഇനി ഉള്ളതിൽ എല്ലാത്തിലും ഇത് നേരത്തെ പറഞ്ഞിരിക്കുന്ന അതേ മൾട്ടിപ്പിൾ ചോയ്സിന് എഴുതിയാൽ മതിയില്ല ഉത്തരം. കാരണം 3 ആർട്ടിക്കിളേ വരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് 3 ഉത്തരത്തില് മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് അതിന് എഴുതിയാൽ മതി. രണ്ടാമത്തെ ചോദ്യം. This is dash boy. This is dash boy who got Afna. ഒന്നുകൂടി ആലോചിക്ക് എവരി നിത്യ. This is dash boy who got first rank. ഫസ്റ്റ് റാങ്ക്. അടിയിൽ ABC നേരത്തെ എഴുതിയ ആൻസർ ഇല്ലേ, അത് തന്നെ വീണ്ടും എഴുതി. ABC എഴുതിയിട്ട് നേരത്തെ എഴുതിയ ആൻസർ. കുറച്ചു പേര് ചെയ്യുന്ന ആദ്യം എ വെച്ച് എ വെച്ച് നമുക്ക്. ഓക്കെ നിഷ, എ വെച്ച് നമുക്ക്. അപ്പൊ ഈ സെന്റൻസ് വേറെ മോഡലാവും. ഈ സെന്റൻസിന് എ പറ്റൂല. ദിസ് ഈസ് ദ ബോയ്, ഇതാണ് ആ കുട്ടി. എടുത്തു പറയണം ഹു ഗോട്ട് ഫസ്റ്റ് റാങ്ക്. എല്ലാ കുട്ടികളും എല്ലാം ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിയില്ലേ, അത് ഇതാണ്. ഓക്കെ, അടുത്തത്. ഐ റീഡ് ഡാഷ് ബൈബിൾ. ബൈബിളിന്റെ ബി ക്യാപിറ്റൽ, BIBL, ബൈബിൾ. എവരി ഡേ. ഐ റീഡ് ഡാഷ് ബൈബിൾ എവരി ഡേ. ബ്രാക്കറ്റില് ABC ആൻസർ അതേ ആൻസർ ആയിരിക്കും. I read the Bible every day. ഓക്കെ. അപ്പൊ എന്നാറോയി ചിലപ്പോ പരീക്ഷയ്ക്ക് വരുമ്പോ അവിടെ ഇപ്പൊ ബൈബിൾ ആവുമല്ലോ കേട്ടോ. ചിലപ്പോ ഖുറാനായിരിക്കും, ചിലപ്പോ മഹാഭാരതം ആയിരിക്കും. അപ്പോ അതനുസരിച്ച്, കാരണം ബുക്കുകളുടെ പേരിന്റെ മുന്നിൽ എന്ത് വരും എന്ന് പറഞ്ഞിട്ട് നമ്മള് ആർട്ടിക്കിൾ ദി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഓർമ്മയുണ്ടാവണം. പരീക്ഷയ്ക്ക് വരുമ്പോൾ മോഡലാണ് ഞാൻ പറയുന്നത്. ചോദ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങൾ സംഭവിക്കും. യെസ്, അടുത്തത്. Anil is, okay, Johnson. Anil is dash only boy. Anil is dash only boy
in the class. In the class. ബ്രാക്കറ്റില് നേരത്തെ എഴുതിയ 3 ആൻസർ ഇല്ലേ, അത് എഴുതിക്കോ. Anil is an only boy in the class. എന്താണ് ഒന്ന് പറഞ്ഞത്? Anil is an only boy in the class. Yes. Anil is the only boy. An only അല്ല, the only boy in the class. Okay. The only. ഒന്നുകൂടി ചിന്തിക്കും. അനില് എടുത്തു പറയുന്നു, അനിലാണ് ഒരു കുട്ടി, ആൺകുട്ടി, വേറെ ആരും ഇല്ല അതിൻ്റെ അകത്ത്. കണ്ടാ, അപ്പൊ അനില് നമ്മൾ എന്ത് പറയുന്നു? എടുത്തു പറയുന്നു. ഓക്കെ, അവിടെ ക്ലാസ്സിൽ ധാരാളം കുട്ടികളുണ്ട്, പക്ഷെ ആൺകുട്ടിയായിട്ട് ആരും മാത്രമേ ഉള്ളൂ സ്പെസിഫൈ ചെയ്ത് പറയുന്നു, ദ ബോയ്, ദ ഓൺലി ബോയ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 5. ഡാഷ് എലിഫന്റ് is the largest animal, largest land animal. Dash elephant is the largest land animal. And daily ABC the A and The elephant is the largest land animal. Okay, ഇവിടെ എല്ലാവരും മാൻ എഴുതി. നിങ്ങളുടെ അഫ്നാമോള് പറഞ്ഞു, ദിവ്യ പറഞ്ഞപ്പോ ദീ പറഞ്ഞു. കറക്റ്റ് ആൻസർ ദീ ആണ്. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് ആൻഡ് പറയാൻ കാരണം? ഈ നിങ്ങൾ ആൻഡ് പറയാൻ എലിഫന്റ് എന്ന് പറയുമ്പോൾ സംഗതി കറക്റ്റ് ആണ്. ഇപ്പോ അമ്പലത്തിൽ വെച്ച് ഞാനൊരു ആനയെ കണ്ടു, അവിടെ ആൻഡ് ഐ സോ ആൻ എലിഫന്റ്, അത് കറക്റ്റ് ആണ്. അമ്പലത്തിൽ വെച്ച് ഞാനൊരു ആനയെ കണ്ടു, ഐ സോ ആൻ എലിഫന്റ്. ഇവിടെ ഓക്കെ അഫ്ന, ഇതെന്താണ്? ആന എന്ന് പറയുന്ന വർഗത്തെ മുഴുവനാണ് പറയുന്നത്. ഒരു റേസിന് ആന എന്ന് പറയുന്ന വർഗം കംപ്ലീറ്റ് ആണ്. അതിനെ കുറിച്ച് പറയാൻ വേണ്ടി പറയുമ്പോൾ ആർട്ടിക്കിൾ ദി അവരുള്ളൂ. അപ്പൊ ദി എലിഫന്റ് എന്ന് പറയുമ്പോൾ ആന എന്ന് പറയുന്ന വർഗം ഈസ് ദ ലാർജസ്റ്റ് ലാൻഡ് അനിമൽ, കരയിലെ ഏറ്റവും വലിയ ജീവിയാണ്. അത് കറക്റ്റ് അല്ലേ? അതൊരു സനാതനമായ സത്യമല്ലേ പറയണേ, യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലേ? അപ്പൊ അവിടെ എന്ത് വരും? ദി അവരുള്ളത്. അപ്പൊ ഈ വവ്വൽസ് കണ്ടു എന്ന് വിചാരിച്ചിട്ട് ഉടനെ തന്നെ ഓടിപ്പോകരുത്. ഒന്ന് ചിന്തിച്ചേക്ക, ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണോ, അല്ലെങ്കിൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു ഗ്രൂപ്പിനെയാണോ? ഞാൻ പറയാം, ഡോഗ് ഈസ് എ ഫെയ്ത്ത്ഫുൾ അനിമൽ, വിശ്വസ്തയായ ഒരു മൃഗമാണ് ഡോഗ്. ദി ഡോഗ് എന്നാ പറയേണ്ടത്. കാരണം ഒരു പട്ടിയല്ല, ലോകത്തുള്ള സകല എല്ലാ നായ്ക്കളും വിശ്വസ്തരാണ്. അപ്പൊ അത് കോമൺ ആയിട്ട് പറയുന്ന കാര്യമുണ്ട്. ഓക്കെ, എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ അഫ്നയും വേറെ ഒരാളും കൂടി കറക്റ്റ് ലോജിക്കിൽ ചിന്തിച്ചു. ഓക്കെ, അടുത്തത് മിസ്റ്റർ ലാൽ is dash engineer, ENGINEER, engineer. അതിന്റെ ഇടയില് നേരത്തെ എഴുതിക്കുന്ന 3 ആൻസർ എഴുതിക്കോട്ടെ, ദിയും എയും ആനും എഴുതിക്കുക, ABC. ഓക്കെ, ഓക്കെ. Mr. Lal is an engineer. ആൻ എഞ്ചിനീയർ. ഓക്കെ, നിഷ കറക്റ്റ് ആണ്. ആൻ എഞ്ചിനീയർ, എഞ്ചിനീയറിന്റെ കൂടെ ആൻ വരും. ഓക്കെ, അപ്പൊ കുറച്ചു പേർക്ക് ഒരു ഡൗട്ട് അടിച്ചിട്ടുണ്ടാവും, ആൻ തന്നെ എഴുതണോ, ഇനി വല്ല പ്രശ്നമാവോ? നേരത്തെ കൊണ്ടുപോയി ആൻ വെച്ച് കഴിഞ്ഞപ്പോൾ കുഴപ്പമായതാണ്. അപ്പൊ അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഇല്ലേ, കുറച്ചുപേർ അങ്ങനെ ചിന്തിച്ചില്ലേ? ഞാൻ നിങ്ങളെ മനസ്സൊന്ന് വായിച്ചതാണ്. അപ്പൊ ചിന്തിച്ചു കാണൂലല്ലോ, ആരും ചിന്തിച്ചില്ല അല്ലേ? വെരി ഗുഡ്. അൽഫിയ പറഞ്ഞു, വെരി ഗുഡ്. യെസ്, അടുത്തത് there is dash little milk in the fridge. There is dash little milk in the fridge, FRIDG. ഉത്തരം കണ്ടു. അതിന്റെ അടിയിൽ 3 ആൻസർ ആയിരിക്കും, ദി എ ആൻ. There is a little milk in the fridge. ഓക്കെ, എ ആണ് കറക്റ്റ് ആൻസർ. എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ കുറച്ചെന്നാണ്. ലിറ്റിൽ എന്നാണെങ്കിൽ ഓൾമോസ്റ്റ് നെഗറ്റീവ് എന്നാണ്, ഇല്ല എന്നുള്ള അർത്ഥം. ഓക്കെ, എ ലിറ്റിൽ. അപ്പൊ ഞാനത് പറഞ്ഞിട്ടുണ്ട്, എണ്ണാൻ പറ്റാത്ത സംഗതികൾ പറ്റാത്തതാണെങ്കിലാണ് എ ലിറ്റിൽ വരുള്ളൂ.
എണ്ണാൻ പറ്റുന്നതാണെങ്കിൽ എ ഫ്യൂ എന്ന് വരും. ഓക്കെ, അത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് ചെയ്താൽ മതി. അടുത്തത് മിസ്റ്റർ മോഹൻ. മിസ്റ്റർ മോഹൻ became BECIME became dash lawyer LAWYER lawyer. Yes, ബ്രാക്കറ്റിൽ ആ മൂന്ന് ശ്രദ്ധിക്കോ, ഡിയും എയും ആണ്. Mr. Mohan become a lawyer. ഓക്കെ കറക്റ്റ് ആണ്, become a lawyer. ഓക്കെ, ശരി. ഇനി അടുത്ത ചോദ്യം. My father bought bought dash flat FLAT flat. My father bought a dash flat. My father bought a flat. ബോട്ട് എ ഫ്ലാറ്റ്. അപ്പൊ ബാക്കിയുള്ളവരും ഓക്കെ ഇതിനകത്തൊക്കെ തന്നെയാണ്. അപ്പൊ നമുക്ക് എല്ലാവരുടെയും സമ്മതം അതാണെങ്കിൽ ഞാനായിട്ട് ഇത് പറയുന്നില്ല. പക്ഷെ അവിടെ നീ വെക്കാം, അപ്പൊ ഈ സെന്റൻസ് മാറും. നീ വെക്കുകയാണെങ്കിൽ എങ്ങനെ വരും? മൈ ഫാദർ ബോട്ട് ദ ഫ്ലാറ്റ് വിച്ച് ഐ ലൈക്ക് ദ മോസ്റ്റ്. അപ്പൊ ശരിയാ, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫ്ലാറ്റ് അല്ല. അപ്പൊ വിത്ത് പറയണം, അപ്പൊ അവിടെ നീ വരാം. പക്ഷെ ഇവിടെ എന്താ വരുള്ളൂ? എ വരുള്ളൂ. വൺ മോർ ക്വസ്റ്റ്യൻ. What dash lovely 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 flower. What dash lovely flower. ഒരു എക്സ്ക്ലമേഷൻ. എന്താ ശരണ്യ പറഞ്ഞേ? So what a lovely flower. ഓക്കെ, അടിയില് ഡിയും എയും എഴുതിക്കോ. ഇത് ആർക്കും പറയാൻ പറ്റും. വാട്ട് എ ലവ്ലി ഫ്ലവർ അല്ലേ? അപ്പൊ ഈ ഇനത്തില് ഞാനിപ്പോ ഒരു 10 ഈ ഹെഡിങ്ങിനെങ്കിലും ചോദ്യം ചോദിച്ചിരുന്നു. യെസ്, എത്രയൊക്കെ ശരിയായി ഓരോരുത്തരുടെ? അൽഫിയ 8, നിത്യ 7, സാവിയോ 10, വെരി ഗുഡ്. ദീപ 10, പ്രിയ 8, സബന അന്നാറോയി കുഴപ്പമില്ല, ലിമി 7 ലിമി അമ്പാടി, അഫ്നാമോൾ ഓക്കെ, സ്നേഹ വിപിൻ, അപ്ന, ദീപ, നിഷാദ, ജീന, അശ്വതി, ഓക്കെ ഗൗരീനന്ദ, ഓക്കെ. യെസ്, അപ്പൊ ആ ഒരെണ്ണം പോയത് എനിക്ക് തോന്നുന്നു ആ എലിഫന്റ് വന്ന സ്ഥലത്തേക്ക് ഒരെണ്ണം പോയത് അല്ലെ? എലിഫന്റിന്റെ അടുത്ത് ആൻ വെച്ചിട്ടേക്ക് ഒരെണ്ണം പോയത്. യെസ്, ഓക്കെ. എന്റെ 6ാമത്തെ ക്വസ്റ്റ്യനിലാ പോയത്. അതെ, 6ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ മിസ്റ്റർ ലാൽ? എന്റെ 4 5 പോയത്. ഓക്കെ. അപ്പൊ സംഗതി പിടികിട്ടിയല്ലോ. അപ്പോ നിങ്ങൾ അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്, നമ്മൾ സമയമായി. അപ്പൊ നിങ്ങളൊന്ന് നോക്കുക, മൊത്തം ഇന്ന് എത്ര ചോദ്യം ചോദിച്ചു എന്ന് നോക്കാം. ഇനി നോക്കി ഇതൊക്കെ അറിയാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ നോക്കാം ഇത്രയും ചോദ്യം ചോദിച്ചപ്പോൾ എനിക്ക് എത്ര മാർക്ക് കിട്ടി നിങ്ങൾ നോക്കാം. അപ്പൊ നിങ്ങൾക്കൊരു ആവറേജ് നിങ്ങളെ കുറിച്ച് ഒരു കാൽക്കുലേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ബാക്കിയാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നത്. അതിന്റെ ബാക്കിയായിരിക്കും പിന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിലും പിന്നത്തെ ക്ലാസ്സിലും ഉണ്ടാകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് ഒരിക്കൽ കൂടി വൈകി വന്നവരെ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ പ്രകടനം മെച്ചമായിരുന്നു. ഇതേപോലുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരിക, ഇതിൽ നിന്ന് മാറിയിട്ടൊന്നും വരില്ല. ഇതേ മോഡൽ, ഇതേ പാറ്റേൺ ആയിരിക്കും. ധൈര്യമായിട്ടിരിക്കുക. അപ്പോൾ ഈ ചോദ്യങ്ങളുമായിട്ട് എപ്പോഴും നിങ്ങളൊന്ന് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും അതിന്റെ ഗുണം നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഇന്നത്തെ പ്രകടനം സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞു. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ ഒരു കാര്യം ഓർമ്മിപ്പിച്ചേക്കണേ, റോമൻ ലെറ്റർ എത്രാമത്തെയാണ് പറഞ്ഞതിന്റെ ഹെഡിങ് അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് ഞാൻ നിങ്ങളെ കൂട്ടുകാരാണ് അത് ഓർമ്മിപ്പിച്ചു. എത്രാമത്തെ വരെ സാറേ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യം അതിനകത്ത് പറയുന്നു. അപ്പൊ അതിന്റെ ബാക്കി നമുക്ക് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ മുന്നോട്ട് പോകാം നമുക്ക്. ഓക്കെ, ഹാപ്പി ആയിട്ടാണ് വിശ്വസിക്കുന്നു. We will meet next time. Thank you, Okay. sir. Thank you, sir. Thank you, sir. Okay. Thank you, sir. Okay. Thank you, sir. Okay.